ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മീനു ടോക്കീസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ വിഷയത്തെ കുറിച്ചാണ്. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നത് മെയ് 4-നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരാഴ്ചയാകാൻ പോകുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അതിന് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പൊ 3 ആൾക്കാരാണ് നമ്മുടെ സ്റ്റേജിലുള്ളത്. KC, RC ആൻഡ് VD. As you all know, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ആൻഡ് VD സതീശൻ. ഇവർ 3 പേരിൽ ആരാണ് നമ്മുടെ നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാനും ഇതുപോലെ തന്നെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഇലക്ഷൻ വരുമ്പോഴും അല്ലെങ്കിൽ റിസൾട്ട് വന്നപ്പോഴും ഓഫ് കോഴ്സ് 102 സീറ്റൊക്കെ കിട്ടി വലിയൊരു വിജയത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്ക് വന്നത്. പക്ഷെ നമുക്കറിയായിരുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവരുടെ പേര് ഐക്യമുന്നണി എന്നാണെങ്കിലും അത്ര ഐക്യം ഇല്ല എന്നുള്ളത് നമുക്ക് അവർക്കും അറിയാം, നമുക്കും അറിയാം. ഇപ്പൊ നല്ല എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച് റിസൾട്ട് വന്ന് UDF ജയിച്ചപ്പോഴേ അറിയാം ഇനി മുഖ്യമന്ത്രി ആരാവും എന്നുള്ളത് കുറച്ച് പ്രശ്നങ്ങളുടെ ഇടയ്ക്കായിരിക്കും കിട്ടുന്നത് നമുക്കറിയാമായിരുന്നു. കാരണം കറക്റ്റായിട്ട് ഒരാളുടെ പേര് കൊണ്ടുവരാനായിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത്തിരി താമസം എടുക്കും. അങ്ങനെയാണ് ഇപ്പൊ 3 പേരിലേക്കാണ് ഫൈനലി വന്ന് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ 3 പേരുമാണ് ആൾക്കാർ. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ KC വേണുഗോപാൽ എന്ന് പറയുന്നത് നിലവിൽ അദ്ദേഹം MLA അല്ല, മത്സരിച്ചിട്ടില്ലായിരുന്നു. MP ആണ്, ലോക്സഭ MP ആണ്. അതുപോലെ തന്നെ നമ്മുടെ AICCയുടെ ജനറൽ സെക്രട്ടറി ആണ്. ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞ KC വേണുഗോപാൽ. അപ്പൊ അദ്ദേഹം നിലവിൽ MLA അല്ലാത്തതുകൊണ്ടും ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ള MLA അല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണ് ശ്രീ KC വേണുഗോപാലിനെയാണ് നമ്മൾ ചീഫ് മിനിസ്റ്റർ ആക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും റീ ഇലക്ഷൻ നടത്തേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും കോൺഗ്രസിന്റെ MLA-മാർ രാജിവെച്ചിട്ട് ഒന്നുകൂടി ഇലക്ഷൻ നടത്തിയിട്ട് വേണം പുള്ളിക്കാരന് ജയിക്കാനായിട്ട്. അതായത് ഇപ്പൊ നിലവിൽ ചീഫ് മിനിസ്റ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരാൾ ചീഫ് മിനിസ്റ്റർ ആയി മത്സരിക്കാത്ത ഒരാളാണ് ചീഫ് മിനിസ്റ്റർ ആവുന്നതെന്നുണ്ടെങ്കിൽ പിന്നുള്ള 6 മാസത്തിനകത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ മതി. ഇതാണ് റൂൾ ഉള്ളത്. അപ്പോൾ ആ ഒരു റൂൾ പ്രകാരം വീണ്ടും മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരാൾ രാജിവെക്കണം, വീണ്ടും റീ ഇലക്ഷൻ നടത്തണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ആ സൈഡിലുള്ളത്. പിന്നെ ഉള്ളത് രമേശ് ചെന്നിത്തലയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. ഹരിപ്പാടാണ് നിയോജക മണ്ഡലം. അത്യാവശ്യം നല്ല സീനിയോറിറ്റി ഉള്ള, നേരത്തെ പണ്ട് തൊട്ടേ ഉള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ജനങ്ങളുടെ സ്വാധീനമുള്ള വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം, രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അടുത്തത് VD സതീശനാണ്. VD സതീശൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇതുവരെ മന്ത്രിയൊന്നും ആയിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് പ്രതിപക്ഷ നേതാവായിട്ട് വന്നത്. പക്ഷേ ഇപ്പൊ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, 5 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് ഇതുപോലെ ഇത്രയും 102 സീറ്റ് കിട്ടിയതെന്നാണ് പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 3 ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ. ഇവർ 3-ൽ ആരാണ് ചീഫ് മിനിസ്റ്റർ ആകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത്. ഇന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും അങ്ങ് ഡൽഹിയിലാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലാണ് ചർച്ചയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ നേതാക്കളും പോയിട്ട് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു തീരുമാനം ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്, നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് 3 പേരും കട്ടയ്ക്കാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം പൊതുവായിട്ട് പോപ്പുലാരിറ്റി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ജനങ്ങളുടെ അഭിപ്രായം നോക്കുമ്പോഴത്തേക്കും കമന്റിലായാലും ഇപ്പൊ റാലി, ജാഥ, പ്രതിഷേധം എല്ലാത്തിലും കാണുമ്പോഴും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന VD സതീശൻ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് VD തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ബാക്കിയുള്ളവരുടെയും ഒട്ടും കുറവല്ല കേട്ടോ. KC വേണുഗോപാലിന് വേണ്ടിയിട്ട് നാട്ടിൽ മൊത്തം ഫ്ലെക്സ് വെക്കുന്നുണ്ട്. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ പാർട്ട് ആയതുകൊണ്ട് ഡൽഹിയിൽ ഫ്ലെക്സ് വെക്കുന്നുണ്ട്. ഖാർഗെയുടെ വീടിന് മുമ്പിൽ ഫ്ലെക്സ് വെക്കുന്നുണ്ട്. എവിടെയൊക്കെ വെക്കാം അവിടെയൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ VDക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലെക്സുകളും വെക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മൊത്തം ഫ്ലെക്സ് മയം, പ്രതിഷേധം, മൊത്തം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആർക്കാണെന്നുള്ളത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നിപ്പോ വന്ന പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടിലേക്ക് ഒന്ന് കണ്ടു നോക്കണേ. സതീശന്റെ ഫ്ലെക്സിൽ തുപ്പിയൊക്കെ പുറത്തു എന്ത് വൃത്തികളൊക്കെ കാണിക്കുന്നത് മനസ്സിലാകും.
എന്ത് മോശമാണല്ലേ ഈ കാണിക്കുന്നത്. അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. പറയാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത്രയും വൃത്തികേടൊന്നും ഒരിക്കലും ചെയ്യരുത്. എന്ത് മനുഷ്യനും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളായിരിക്കാം, എന്തും ആയിക്കോട്ടെ, പക്ഷെ ഒരാളുടെ മുഖത്ത് പോയി തുപ്പുക അല്ലെങ്കിൽ അതൊക്കെ വളരെ മോശമാണ് കേട്ടോ. അതിപ്പം പ്രതികരിക്കാനൊക്കെ എല്ലാവർക്കും റൈറ്റും അവകാശവും ഒക്കെ ഇവിടെ ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ ഒരുമാതിരി മോശം കാര്യമാണ്. അപ്പൊ ഇങ്ങനൊന്നും ചെയ്യല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ, അതും സ്വന്തം പാർട്ടിക്കാരാണ് നോക്കണം, അപ്പുറത്തെ പാർട്ടിയിൽ നിന്ന് വന്നിട്ടല്ല ചെയ്യുന്നത്, ഇവരുടെ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വന്ന് ഫ്ലെക്സിനകത്ത് തുപ്പുക, ഫ്ലെക്സ് കീറുക, ഇതാണ് വേറൊരു കാര്യം. ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇതെന്ന് പറയുന്നത് KC വേണുഗോപാലിന്റെ ഫോട്ടോ ഫ്ലെക്സ് വെച്ചേക്കുന്നത് വന്ന് കീറുന്നതിന് UDF പ്രവർത്തകരാണ് കീറുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഫോട്ടോയും ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോയും കൂടെ ചേർത്താണ് കീറുന്നത്. അപ്പൊ കീറുന്നതിനും ഒട്ടിക്കുന്നതിനും ഒന്നും ഒരു പാടുമില്ല, ചുമ്മാ കീറുക, പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് കീറുന്നു. അപ്പുറത്ത് VD സതീശന്റെ ഫോട്ടോ തുപ്പുന്നു, കീറുന്നു, ഇപ്പുറത്ത് KC വേണുഗോപാലിന്റെ ഫോട്ടോ കീറുന്നു. ഇവര് തമ്മിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് ഇവർ തന്നെ ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ, അതിൻ്റെ ആൾക്കാർക്ക് അവരുടെ മുന്നിൽ ഇവർ തന്നെയല്ലേ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര മോശമല്ലേ. നമ്മൾ തന്നെ പുറത്തുനിന്നൊരു ലൈമാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവരെന്തു ഈ കിടന്ന് കാണിക്കുന്നത് എന്ന് വിചാരിക്കത്തില്ലേ. അവരുടെ പോസ്റ്റർ കീറുന്നു, ഇവരുടെ പോസ്റ്റർ കീറുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഒരാള് VD സതീഷിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോകുന്നത്. പുള്ളിക്കാരൻ വല്ല പെട്രോൾ ഒഴിച്ച് കത്തിച്ച് മരിച്ചിരുന്നെങ്കിൽ ആർക്കാ നഷ്ടം? ഈ പറഞ്ഞ പാർട്ടിക്കാർക്കോ, പ്രതിപക്ഷ പാർട്ടിക്കാർക്കോ, നാട്ടുകാർക്കോ ആർക്കുമല്ല, പുള്ളിയുടെ വീട്ടുകാർക്ക് മാത്രമാണ് നഷ്ടം. അതൊക്കെ അവരൊരു മനസ്സിലാക്കണ്ടേ. ചുമ്മാ ഓരോ പരിപാടികൾ പോയിട്ട് കാണിക്കാൻ പെട്രോൾ ഒഴിക്കുക, എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് എടുത്തേക്കുന്ന റിക്വസിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും MLA-മാരുടെ നമ്പർ നോക്കുക, എത്ര MLA-മാർ പിന്തുണയ്ക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ MLA-മാർ പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. സെക്കൻഡ് രമേശ് ചെന്നിത്തല, തേർഡാണ് VD വരുന്നത്. അങ്ങനെയാണ് ഒരു MLA-മാരുടെ സപ്പോർട്ട്. അത് മാത്രമല്ല സഖ്യകക്ഷികളുടെ അഭിപ്രായം നോക്കുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗ് തുടക്കത്തിൽ പറഞ്ഞത് VD സതീഷിന്റെ പേരാണ്. ഇപ്പോൾ അവർക്ക് നിലപാടൊന്നും പറയുന്നില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നേക്കാൻ തോന്നുന്നു. കാരണം നിങ്ങൾ കണ്ടാണല്ലോ, ഒരു പേപ്പർ ലീക്ക് ആയിരുന്നു. അതായത് നമ്മുടെ ഡൽഹിയിൽ നിന്ന് വന്ന് ഇവിടെ ആൾക്കാർ റിപ്പോർട്ട് എടുക്കാൻ വന്ന ആൾക്കാർ ആ കൊണ്ടുപോയ റിപ്പോർട്ടിന്റെ ഒരു പേപ്പർ ഏതോ ഒരു പത്രക്കാരൻ ഫോട്ടോ എടുത്തത് ലീക്കായിരുന്നു. അപ്പൊ അതിൽ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ എന്നൊക്കെ പേര് വന്നായിരുന്നു. അത് പ്രകാരം പിന്നെ ഇവര് എന്താണ് ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നതൊക്കെ മാറ്റി. അപ്പൊ അത് പ്രകാരം ഒന്നും ഇപ്പൊ ലീഗ് അങ്ങനെ പറയുന്നില്ല. പിന്നെ നമ്മുടെ സമസ്തയുടെ ഒരു വിഭാഗം ആൾക്കാർ KC വേണുഗോപാലിന്റെ പേര് പറയുന്നുണ്ട്. പിന്നെ മുരളീധരൻ പറഞ്ഞത് സീനിയോറിറ്റി ഒന്നും മാനദണ്ഡം അല്ല, ഫ്ലെക്സ് അല്ല തീരുമാനിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കൂടുതൽ നേതാക്കളും പറയുന്നത്. ഫ്ലെക്സ് അല്ല മാനദണ്ഡം, ഫ്ലെക്സ് എത്ര വെക്കുന്നുള്ളതൊന്നും കാര്യമില്ല, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ രണ്ടുപേര്, കോൺഗ്രസിൽ എപ്പോഴും ഇങ്ങനെ ഒരാളെന്നുള്ള 2-3 പേരൊക്കെ കാണും. ഈ രണ്ടുപേരും വന്ന സമയത്ത് അവിടെ തീരുമാനിച്ചത് ഇതുപോലെ MLA-മാർക്ക് സപ്പോർട്ടിന്റെ ബേസിസിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തീരുമാനിച്ചത്. അപ്പം അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ക്യാമ്പയിൻസ് ഈ VD സതീഷിന്റെ ഭാഗത്തുനിന്ന്, അദ്ദേഹത്തിന്റെ അണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്, പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. മെയിനായിട്ടും പ്രതിഷേധങ്ങൾ, അതും നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്, പബ്ലിക്കായിട്ടാണ് ഇവർ പ്രൊട്ടസ്റ്റ് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ മെയിൽ അയക്കുന്ന പരിപാടിയുണ്ട്. നേരിട്ട് രാഹുൽ ഗാന്ധിക്ക്, ഹൈക്കമാൻഡിനാന്ന് തോന്നുന്നു, ഹൈക്കമാൻഡ് സോണിയാഗാന്ധിക്ക്, രാഹുൽ ഗാന്ധിക്കൊക്കെ തന്നെ ഇവർ മെയിൽ അയക്കുന്നുണ്ട്, ബൾക്കായിട്ട് മെയിൽ അയക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല സപ്പോർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ആണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ തീരുമാനമാവും. പക്ഷെ ഇന്നാണ് അവർ മീറ്റിംഗ് വെച്ചേക്കുന്നത്. ഇവരെല്ലാം കൂടെ ചേർന്നുള്ള മീറ്റിംഗ് ആണ് ഡൽഹിയിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സ് കീറലും അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ നിർത്തുക, പിന്നെ ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത്. എന്തിനാണ് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് പാർട്ടിക്കാരുടെ മുമ്പിൽ അവർ തന്നെ നാണം കിടുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ തന്നെ അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാർ ഞങ്ങൾ എന്തിനാ വോട്ട് ചെയ്തതെന്ന് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കല്ലേ. കാരണം ഇത്രയും ഭൂരിപക്ഷത്തെ ജയിപ്പിച്ചല്ലേ. അങ്ങനെ പല കാര്യങ്ങളും ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളം, ഇപ്പോൾ നമുക്കൊരു ചീഫ് മിനിസ്റ്റർ ഇല്ലാത്ത അവസ്ഥയാണല്ലോ. ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ കൂടെ ഇലക്ഷൻ നടന്നാൽ ഇപ്പോൾ വിജയുടെ തമിഴ്നാട്ടിലായാലും അവിടെ ഉണ്ട് കേട്ടോ കുറേ പ്രശ്നങ്ങൾ. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അവിടെയും ഒരുപാട് തവണ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഗവർണറെ കാണുന്നു തിരിച്ചു പോകുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ഭൂരിപക്ഷം ഭരിക്കാനുള്ള സീറ്റ് ഇല്ലാത്ത തന്നെ പ്രശ്നം, ഇവിടെ ഭരിക്കാനുള്ള സീറ്റ് ഉണ്ടായിട്ടും പ്രശ്നം, അങ്ങനെ മൊത്തം എല്ലായിടത്തും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവിടെയൊക്കെ ഓൾറെഡി എനിക്ക് ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. അവിടെയൊക്കെ വിജയൊക്കെ ഓൾറെഡി സെറ്റാണ്. ചീഫ് മിനിസ്റ്ററായിട്ട് പുള്ളിയാണ് എന്തായാലും വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടേ? അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി തീരുമാനം എടുത്ത് ഒരാളുടെ പേരിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. ആരാണ് നിങ്ങളുടെ ഇഷ്ടം? ആരാണ്? KC ആണോ, VD ആണോ, RC ആണോ, ആരാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്ന് തീരുമാനം വരുമോ ഇല്ലേ എന്നൊക്കെ നോക്കാം. അപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയത് കാണാം. അപ്പോൾ ഇതുപോലുള്ള പൊളിറ്റിക്കൽ റിവ്യൂസിനും ജോബ് വേക്കൻസികൾ കാണാനും അതുപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ അറിയാനും മീനു ടോക്കീസ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ.